ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പയ്യന്മാർക്ക് നമ്മളോട് ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, നമുക്ക് അവന്മാർക്ക് എറണാകുളം സിറ്റിയിൽ നൈറ്റ് കറങ്ങാൻ പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ സിനിമയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവന്മാരെ നമുക്ക് ആദ്യമേ പിക്ക് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാനാണ് ഇപ്പോൾ കറണ്ട്ലി പ്ലാൻ. ഏത് സിനിമയ്ക്ക് പോകണമെന്ന് ആദ്യമേ ഫിക്സ് ചെയ്തിട്ട് അവന്മാരുടെ നേരെ സിനിമയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്ത് ആദ്യം ചെയ്യാം, അവന്മാരൊക്കെ പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തെത്താൻ വേണ്ടി ഇറങ്ങിയിരുന്നപ്പോഴത്തേക്കും നമുക്കും നല്ല മഴ കിട്ടി. പിന്നെ ഞാൻ മഴയൊന്നും വകവെക്കാതെ അങ്ങ് നേരെ പോന്നു. അപ്പോൾ രണ്ട് പിഞ്ച് ബാല്യങ്ങൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമുക്കത് സാധിച്ചു കൊടുക്കാൻ ഒട്ടും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെന്തെങ്കിലും ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കണം. നമ്മളെ കഴിഞ്ഞ് പറ്റി അതേപോലെ സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു തോട്ട് മൈൻഡിലൂടെ ഞാനിതാ നിങ്ങളെ കാണിക്കാൻ സുഹൃത്തുക്കളെ. അതാ ബാക്കിൽ ഇപ്പോൾ ഉണ്ട് രണ്ടെണ്ണം. അവന്മാർ ഏതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഐഡിയ കിട്ടിയ കാണും തോന്നുന്നത് ആ രണ്ട് പൈതങ്ങൾ ഏതാണെന്നുള്ളത്. അപ്പം അതിലൊന്ന് നമ്മുടെ യെവിനും കെവിനും. ഇവന്മാർ പറഞ്ഞ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വന്നിട്ടിരിക്കുകയാണ്. പിന്നെ അത് നിൽക്കുന്ന നമ്മുടെ വിജിനാണ്, കട്ടാക്കട വിജയ്. അവനാണ്, നിങ്ങൾ പണ്ടത്തെ വീഡിയോ ഒക്കെ അവനെ കണ്ടിട്ടുണ്ടാകും. അപ്പം നമ്മൾ മൂവിക്ക് പോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ 9 മണിക്കുള്ള ഹിറ്റിന് പോകാൻ തീരുമാനിച്ചു, പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് പോകാൻ തീരുമാനിച്ചു, പടക്കണത്തിന് പോകാൻ തീരുമാനിച്ചു. ഇത്രയും സിനിമ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇത്രയും സിനിമയ്ക്ക് പോകാൻ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് 9 മണിക്കത്തെ ഷോ കിട്ടിയില്ല, 7 മണിക്കത്തെ ഷോ കിട്ടില്ല, 7:45 ഷോ കിട്ടില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് നമ്മുടെ കെവിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് ടൂറിസ്റ്റ് ഫാമിലിക്ക് പോയാലോന്ന് ചോദിച്ച് നമ്മൾ ടൂറിസ്റ്റ് ഫാമിലിക്ക് നേരെ ലുലു മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിഞ്ച് പൈതങ്ങൾക്ക് ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എറണാകുളത്ത് ഇതുപോലെ നമുക്ക് കറങ്ങി നടക്കാൻ മമ്മി നിങ്ങൾക്ക് പെർമിഷൻ തന്നു? മമ്മി പെർമിഷൻ തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ വേറൊരു പയ്യനെ നമ്മൾ ഇതുപോലെ എറണാകുളം സിറ്റിയിലെ പെരുന്നാൾ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ പുറകെ വരുന്നതാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മെട്രോ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ലുലുവിലേക്ക് പോകാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മെട്രോ ആണല്ലോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനെ പറ്റി ഞാൻ തന്നെ എവിൻ്റെക്ക് ചോദിച്ചു, എടാ ഇതാണ് മെട്രോ സ്റ്റേഷൻ, തീയൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ? ഓ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് മറ്റേ ബിൽഡിംഗ് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നത് മെട്രോയിൽ 18 വയസ്സായവരെ കയറ്റൂല, അങ്ങനെ ഇങ്ങനെ അവന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എന്നിട്ട് ടിക്കറ്റ് എടുത്ത് പോകണം. അപ്പം ഇവൻ പറഞ്ഞ് എനിക്കറിയാം, ഞാൻ മെട്രോയിൽ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഡയലോഗ് അടിച്ച് എല്ലാവരും ഓരോ ഫണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചെന്നപ്പോൾ തന്നെ നമ്മുടെ മഞ്ഞയിട്ട എവിനാണോ കെവിനാണോ എനിക്ക് ഇപ്പോഴേ ഡൗട്ടില്ല. എവിനോ കെവിനോ, അവനോ ഇവനോ, അതിലേതെങ്കിലും ഒരുത്താൽ അവൻ നേരെ ഞാൻ പറയുക എസ്കലേറ്ററൊക്കെ കയറണം, സൂക്ഷിച്ച് വേണം, ഇതാണ് എസ്കലേറ്റർ, പിള്ളേരൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞിടുന്നുണ്ട്. അവന്മാരെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കേ. പയ്യന്മാരാണല്ലോ, അവന്മാർ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുത്തൻ നേരെ നോക്കിയപ്പോൾ എസ്കലേറ്ററൊക്കെ കിടന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഡേ അവത്തെ ഉടക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ നേരെ ചാടി എഴുന്നേറ്റ് ഓടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ എസ്കലേറ്ററൊക്കെ കയറിയപ്പോഴേക്കും അവൻ്റെ നേരത്തെ ഫോട്ടോ റെഡി ആയില്ലല്ലോ. അത് കാരണം പിന്നെ അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നല്ലൊരു ആ മഞ്ഞ് ഇതിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് അവിടെ ഞാൻ പറയടാ സി സി ടി വി ക്യാമറയിൽ നിന്നെ കിട്ടിയടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ CCTV ക്യാമറയ്ക്ക് ഹായ് കൊടുത്താണ് കുറച്ചും വേണ്ടത്. ഞാൻ പറയടാ ഇതൊന്നും ഇങ്ങനെ കാണിക്കില്ല, സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ പോയി ഞാൻ പിള്ളയാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഞാൻ കൊച്ചാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഹൈറ്റിന് ഇതും വയസ്സിന് ഇതും കാണിക്കണം ഇപ്പോൾ നിൽക്കുകയാണ്. ഒരുത്തൻ ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ട് എൻ്റെ ടിക്കറ്റും കൂടെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണ ടിക്കറ്റ് ഇല്ലാതെ അവിടെ പോകണം, എൻ്റെ ടിക്കറ്റ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് മടക്കി ഒരെണ്ണം തിരിച്ച് വന്ന് നേരെ ഇതാണ് ടിക്കറ്റ്, നമ്മുടെ സ്കാനിങ് മെഷീനിൽ കൂടെ ബാഗ് ഇട്ടുകൊണ്ട് പോയപ്പോൾ അലാറം അടിച്ച്. പിന്നെ ചെറിയ ഹാൻഡ് ബാഗില്ല, അതിനകത്ത് വലിയ തൊട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യമേ വിജിൻ നേരെ ഇവന്മാരെ ഓടി വന്നപ്പോൾ തിരിച്ച് വന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് വിജിൻ നേരെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ അവൻ പോയതിൻ്റെ പുറകെ കെവിനും പോയി. അപ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റിക്കാർ പറയും എവിടെ പോകണ്ടാ എടാ തിരിച്ചു പോടാ. ഇവന്മാർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അവസാനം അയ്യോ സാറേ ഞാനൊന്നും ചെയ്തില്ല, അയ്യോ പത്തോന്നും പറഞ്ഞ് അവിടെ നിലവിളിക്കേണ്ട അവസ്ഥയെ. അവസാനം സെക്യൂരിറ്റി വന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കാണ് അവൻ അതിലേക്ക് കയറിപ്പോയത്. ഇതും കണ്ടുകൊണ്ട് എവിൻ സന്തോഷിക്കുന്നുണ്ട്. അവനായിരുന്നു സത്യം പറഞ്ഞാൽ പെടേണ്ടത്, അവൻ ടിക്കറ്റ് സ്കാൻ ചെയ്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ കിടന്ന് അഴിവുണ്ടല്ലോ എന്നും പറഞ്ഞ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അവന്മാർ പോയി. ഞാനും ടിക്കറ്റ് സ്കാൻ ചെയ്ത് പോയി. പിന്നെ അവിടെ കുറേ മൂവി ആക്ടേഴ്സിൻ്റെ പോസ്റ്റർ വെച്ചിട്ടില്ല നമ്മുടെ വൈറ്റിലെ മെട്രോ സ്റ്റേഷൻ. ഞാൻ പറയുമായിരുന്നു അവന്മാരൊക്കെ, എടാ ഒരു നാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാൾ നിങ്ങളും ഇതുപോലെയൊക്കെ ആ ഒരു പോസ്റ്ററിൽ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാരവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ആ 2 ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ, അതാ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ഞങ്ങളുടെ പടം ഭാവിയിൽ വരയ്ക്കാൻ വേണ്ടി അവിടെ ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതാണെന്നും പറഞ്ഞ അവന്മാർ പറഞ്ഞു. ശരിയാണ്, ഏതെങ്കിലും ഒരു കാലത്ത് അവന്മാരും ഈ ഒരു സിനിമയിൽ വന്ന് നല്ലപോലെ കത്തിക്കയറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന സ്പേസ് ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ നാവ് പൊന്നാവട്ടെ എന്ന് ഞാൻ കരുതിക്കൊണ്ടിരിക്കുകയാണ്.
ആവേണ്ടിരിക്കത്തൊന്നുമില്ല, അതങ്ങനെ വരത്തുള്ളൂ, അല്ലാണ്ട് എങ്ങനെ പോകാനാ. പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്ത് മെട്രോ വന്ന് നമ്മൾ എടപ്പള്ളി എത്തിയപ്പോൾ അവന്മാർ പറഞ്ഞെന്താ, ഇന്ന് ലുലുവിൽ വലിയ തിരക്കൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് എൻ്റെ പൊന്നു കേസ് അവിടെ നല്ല തിരക്കുണ്ട് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് പോകാൻ നേരത്ത് നമുക്ക് ഇവന്മാരെ അറിയാമല്ലോ, എല്ലാവരും ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവന്മാരാ. അപ്പം ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നതും പെട്ടെന്ന് ഇതാവുന്നതും നമുക്ക് സിനിമയ്ക്ക് സമയമായി ഈ ഫോട്ടോ എടുക്കുന്ന സംഭവമൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഇച്ചിരി ടാസ്ക്കായിരുന്നു. പിന്നെ രണ്ടാമതേ നമ്മളിത് ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വന്നപ്പോൾ അവൻ പേടിച്ചാണ് വന്നത്. പിന്നെ അവൻ കറക്റ്റായിട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്ക് പോയി. അതിൻ്റെ വിക്ടറി ഈശോയെ രക്ഷിച്ചെന്നും പറഞ്ഞ് ഞാനെല്ലാം റെഡിയാക്കി, ഞാനെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് നമ്മളെ ടിക്കറ്റ് നേരെ നമ്മുടെ ബേസ്മെൻറ്റിലിട്ട് നമ്മുടെ ഇതിനകത്ത് ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമെന്നും പറഞ്ഞ് അവനൊക്കെ ഇടിയിപ്പിച്ചാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി 3 പേരെ നമ്മൾ കണ്ടില്ല. അവന്മാരും വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മൾ പറഞ്ഞ് എടാ 10:30 സിനിമയാണ്, അതായത് 10:25 PVR സമയം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 10:30 സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞാലും 10:45 ഇവരുടെ ട്രെയിലറും പരസ്യം അതും കാണിച്ചു വരുമ്പോഴത്തേക്ക് അത്രയും ടൈം ആവും. ഞാൻ പറയും എടാ നമ്മൾ ഇത്രയും ധൃതി പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ ധൃതി വെച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് പടം തുറക്കുന്നിട്ട് കാണണം പറയും. നമ്മൾ PVR പോകാത്തൊന്നുമല്ലല്ലോ, കുറേ PVR പോയി സിനിമ കാണുന്നില്ല, അപ്പോൾ നമുക്കറിയാമല്ലോ അവിടുത്തെ ടൈമിങ്ങൊക്കെ. പിന്നെയാണ് സംഭവം മനസ്സിലായത്, നമുക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല, എങ്ങോട്ട് പോകണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ കണ്ട ഒരു കൊച്ച് മസാജിങ് പാർലർ ഇരുന്നൊരു കൊച്ചിൻ്റെയൊക്കെ ചോദിച്ച് എങ്ങോട്ടാണ് നമുക്ക് ഈ മൂവിക്ക് പോകണ്ടേ ചോദിച്ചു. മിക്കപ്പോഴും ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അറിഞ്ഞൂടെ എങ്ങോട്ടാണ് PVR പോകണമെന്ന് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഫോറം മാളിൽ പോകുന്നത് എളുപ്പമാണ്, നേരെ കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും PVR ആയി. പിന്നെ അങ്ങനെ ഓടിക്കതച്ചൊക്കെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ അങ്ങ് ചെന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങ് എത്തിപ്പെടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിനി മൂവി കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. മൂവിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ടൂറിസ്റ്റ് ഫാമിലി പടത്തിനാണ് നമ്മൾ പോകുന്നത്. ടൂറിസ്റ്റ് ഫാമിലി പടത്തിന് പോകാൻ വേണ്ടി ഇരുന്നതാണ്. 10:25 പടമാണ്. നമ്മൾ 10:29 അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ പറയുന്നത് ഇപ്പോൾ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയണ വേണ്ട, എന്തിനെന്ന് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ അവന് തുടക്കം തൊട്ട് സിനിമ കണ്ടെത്തുള്ളൂ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇടയിൽ ആ ഒരു ഫോക്കസ് കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പടം തുറക്കുന്നിട്ട് കണ്ടാൽ അതിൻ്റെ കഥ മനസ്സിലാവത്തുള്ളൂ, അതാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവന്മാർ പുറകെ തന്നെ പാടി വരികയാണ്. അപ്പോൾ ഇവൻ ചെന്നിട്ട് പറയുന്നുണ്ട് ആ സിനിമ തുടങ്ങുമ്പോൾ കയറണം എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. ഞാൻ പറയണ വേണ്ട, എന്തിനാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം നടന്ന് ക്ഷീണിച്ച് നമ്മൾ ആ PVRൻ്റെ ഏകദേശം അറ്റപ്പറ്റേക്ക് എത്തി. ഇനിയപ്പോൾ മൂവി കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരാം. എന്നിട്ട് എടാ നിങ്ങൾ വ്ളോഗ് എടുക്കടാ, ഞാൻ മാത്രമേ വ്ളോഗ് എടുക്കണോ? നിങ്ങളും എടുക്കുക, നിങ്ങളെ വ്ളോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത്. എന്തെങ്കിലുമൊക്കെ എടുക്കുക. പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങൾ ചോദിച്ചു. നിനക്കിത് എന്തിനും മനസ്സിലായത് കണ്ടിട്ട്? നമ്മൾ നിൽക്കുന്ന സ്ഥലം നീ കണ്ടുപിടിച്ചത് എവിടെ? അപ്പൊ ഈ പച്ച എല്ലാം നമ്മൾ വ്ളോഗറാ പോയി വ്ളോഗ് എടാ ഞാൻ എടുത്തേ പിടിച്ചെടുത്തേ. ഇവന്മാരൊക്കെ വ്ളോഗിക്കാൻ എന്തൊരു പാടാന്ന് നോക്കി. നിന്റെ സൗന്ദര്യം നോക്കാനല്ലേ വ്ളോഗ് എടുക്കാനാ പറഞ്ഞത്. എടുത്തേ അങ്ങോട്ട് നീ പിടിച്ചോ, തിരിച്ചു പിടിച്ചോടി. പറ വ്ളോഗ് എടുക്കുന്നു. എടാ ലുലു നാളെ CCTV ക്യാമറ നോക്കുമ്പോഴത്തേക്കും ഇത് കാണിക്കണം. എന്തിനാടാ ഊബറിൽ പോകുമ്പോ അത് കാണിക്കണമെന്ന്? അവന്മാര് ഉപ്പ് നിന്ന് എടുക്കടാ നീ. അവന്മാർ നേരത്തെ നമ്മൾ പറഞ്ഞില്ല മറ്റേ മെട്രോയ്ക്ക് കയറിയ സംഭവം, അതിൻ്റെ ഇതാണ് ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സകൃതകൃതമായ നാട്ടുകാരെ, ലുലുമാളിൽ ആരും ഇല്ലേ? പക്ഷെ ഇവിടെ മൊത്തം ശൂന്യം, രക്ഷയില്ല. എന്താടാ ആണോ? നിക്കലായിട്ട് മുള്ളുവാ? ഇനി ATM കാർഡ് വല്ലതും മറ്റേ മെട്രോയുടെ കാലഘട്ട ATM പൈസ ഒന്നും കിട്ടത്തില്ല. എടാ ഈ കാലഘട്ടം അവിടെ നിന്ന് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല. കളയരുത് പ്രശ്നമാണ് കളഞ്ഞ. ഇല്ല നീ കളയരുത്. നീ അവിടെ CCTV ക്യാമറ ഉള്ളവരെ നീ കളയരുത്. വീഡിയോ എടുക്കാന്നൊക്കെ പറയണ എന്താടാ?
എടാ കളയല് എടാ സൂക്ഷിച്ചു വെക്കണം. ബിജിൻ ബാബു എന്താണ് നീ എന്നെ പറ്റി പറഞ്ഞത്? വിളിക്കാത്ത തെറികളില്ലായിരുന്നു. എല്ലാം വിളിച്ച്. അതന്നെ ചുമ്മാ വെറൈറ്റി വേണ്ടേ, അതുകൊണ്ടാണ്. അത് ലിഫ്റ്റ് അടിച്ചാ ലോറിക്ക് ലിഫ്റ്റ് അടിച്ചാടാ. നാളെ ഇവരെ പോയ നമുക്ക് വേറെ രാജ്യത്തോട്ട് പോകാം. പടം കൊള്ളായിരുന്നു, നല്ല അത്യാവശ്യം നല്ല പടമായിരുന്നു, കിടിലൻ പടമായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ യുവന്മാർക്ക് നമ്മൾ അവിടെ ക്രൈസിസ് ആടാ, അങ്ങനെ സംഭവമാണ്. അപ്പം നല്ല പടമാണ്, നിങ്ങളും പോയി കാണുക, നൈസാണ്. നമ്മളിപ്പം അങ്ങനെ നമ്മൾ പടം കാണണമെന്ന് പ്രതീക്ഷിച്ച് പോയല്ല, യുവന്മാർക്ക് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ കുറേ 2-3 പ്രാവശ്യമായി നമ്മൾ പ്ലാൻ ചെയ്യാനല്ലടാ പടത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഒന്നും നടന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒറ്റ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നു. സെറ്റായില്ലേ? ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പോകണം. മമ്മി വീഡിയോ നോക്കി. ഓക്കെ അവിടെ സെറ്റല്ലായിരുന്നടാ? സെറ്റല്ലേ? ഓക്കെ സെറ്റ്. അപ്പം സെറ്റാണ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ റൂമിൽ പോട്ടെ. ശരി, ബൈ ഗൈസ്. നിങ്ങൾ എന്നെ ഒന്നും പറയരുത് പ്ലീസ്. എന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. മൈക്ക് ഓഫായി പോയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ പല ഷോർട്സിനകത്ത് മൈക്ക് ഓണാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ആ വീഡിയോസ് മൊത്തം ഞാൻ എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അപ്പം എന്ത് ചെയ്യാൻ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പോയി നമ്മൾ അടുത്ത പടി പിടിക്കുക എന്ന് വെച്ച് ഞാൻ വോയിസ് ഓവർ ഫുള്ളിരുന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ വേറൊരു വീഡിയോ, നല്ല മൈക്ക് ഫുൾ ടൈം ഓൺ ആയിക്കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും കൊണ്ടുവരും, ഞാനല്ലേ പറയാം, കൊണ്ടുവന്നിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.